വീട് പാലക്കാടാണ്. ഞാൻ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പോൾ മറീന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന് SSLC-ക്കാർക്കുള്ള എക്സാം ഫെയറുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സാർ ക്ലാസ് എടുക്കുന്നത്. ഞാനും കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് ആയിരുന്നു. സാറ് പറഞ്ഞ ട്രിക്സും ടിപ്സും വെച്ചിട്ടാണ് എനിക്ക് എക്സാം വളരെ എളുപ്പമായിട്ടും അതുപോലെ പേടിയില്ലാണ്ടും എഴുതാൻ പറ്റിയത്. നിങ്ങൾക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അതിനായിട്ട് എല്ലാവരും മാക്സിമം ക്യാമറയൊക്കെ ഓൺ ചെയ്തിരിക്കുക. നമുക്ക് ക്ലാസ് എടുക്കാൻ സാറെ ക്ഷണിക്കാം. ആര്യ, താങ്ക് യു മോളെ. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പേടിയൊക്കെ ഓടി ഒളിക്കും, എല്ലാ പേടിയും പോകും. കാരണം നമുക്ക് പേടിച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ ഈ പ്രോഗ്രാം ആക്ച്വലി മക്കളെ സഹായിക്കാനാണ്. നാളെ ചെന്നിട്ട് ഒരു ഹീറോയെ പോലെ അവിടുന്ന് ചിരിച്ച് കളിച്ച് പരീക്ഷ എഴുതി ഇറങ്ങിപ്പോരണം. അപ്പോൾ മക്കളെ സഹായിക്കാനുള്ള പ്രോഗ്രാമാണ്. ഞാനിരിക്കുന്ന മക്കളെ സഹായിക്കാനാണ്. അപ്പൊ എന്നോട് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ പെർഫോമൻസ് സാധ്യമാവും. കാരണം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താണ് ആക്ച്വലി എന്താണ് നമ്മുടെ ഈ പേടി എന്നൊക്കെ ഞാനൊന്ന് ഒന്ന് ഷെയർ ചെയ്യാം. നോക്കൂ, എക്സ്പെഷ്യലി SSLC എത്തുമ്പോൾ നമ്മളുടെ ഒരു 10 വർഷത്തെ അധ്വാനം ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ എൻ്റെ മക്കള് 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴല്ല, ഒരു 9, 8 എത്തുമ്പോൾ പോലെ തന്നെ അമ്മയും അച്ഛനും തുടങ്ങും. അച്ഛൻ പിന്നെയും മിണ്ടൂല, അമ്മമാര് പറയാൻ തുടങ്ങും, ദേ 10ആകാറായി അല്ലെ 10ആകാറായി എന്ന് പറയാൻ തുടങ്ങും. എന്നാൽ 9 എത്തുമ്പോൾ അത് മൂർച്ഛിക്കും. 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, അമ്മമാർക്ക് ഉറക്കയില്ല, അല്ലേ? നമ്മളുടെ പുറകിലാണ് പിന്നെ അമ്മ. 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ മാത്രമല്ല, എല്ലാ ടീച്ചർമാരും പറയും SSLC ആണ്, 10ാം ക്ലാസ് ആണ്, 10ാം ക്ലാസ് ആണ്, 10ാം ക്ലാസ് ആണ്. അപ്പൊ ഏതാണ്ട് വലിയൊരു തീക്കുണ്ടത്തിനകത്തേക്ക് നമ്മൾ അടുത്തെത്താൻ പോവാണ്. ഇനി 10ാം ക്ലാസ്സിലെ പരീക്ഷ വരാൻ പോവാണ്. ഇത്രയും ആൾക്കാർ നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോ ഒരു ഇച്ചിരിയൊക്കെ ടെൻഷൻ നമുക്ക് വരാം. ശരിക്കും നിങ്ങൾക്ക് ഈ പേടിയുടെ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട്, ഞാനിത് പറയുന്നത് ഞാൻ വളരെ കൂളായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര പേടിയുണ്ടെങ്കിലും അത് വളരെ അനായാസമായിട്ട് നമുക്ക് എടുത്തു കളയാം. വെറും ഒരു ഒറ്റ മിനിറ്റ് പോലും എടുക്കൂല. ഒറ്റ മിനിറ്റ് പോലും എടുക്കാതെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് ഈ പേടിയില്ലാതെ, നിങ്ങൾ ആരെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പണി നിർത്തിക്കോളാം. അത്ര ധൈര്യമുണ്ട് എനിക്ക്, മനസ്സിലായോ? അപ്പൊ അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ട, അതാണ് രസം. എങ്കിലും നമുക്കതിൻ്റെ സയൻസ് പറഞ്ഞാലാണ് നിങ്ങൾക്കത് പിടുത്തം കിട്ടുള്ളൂ. ഉദാഹരണത്തിന് രാത്രി നല്ല ഇരുട്ട്, നിങ്ങൾ ജനലിൻ്റെ അടുത്താണ് കിടക്കുന്നത്, ജനലിൻ്റെ പുറത്ത് ഒരു ശബ്ദം കേൾക്കാണ്, സൗണ്ട് കേൾക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പേടി വരാം, അല്ലേ? എങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ ഒരു ജനൽ വന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ കാണുകയാണ് ഒരു വാഴ മറ്റൊരു വാഴയുമായിട്ട് ഇങ്ങനെ കൂട്ടിയിടിച്ച് ഒരയുന്നൊരു ശബ്ദമാണ് കേട്ടത്. അപ്പൊ എന്തായി? പേടി അങ്ങോട്ട് പോയി. അത് അറിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു? പേടിച്ചു. അതേപോലെ തന്നെയാണ് നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ, നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ അത്ര വലിയ വിഷയമില്ല. അവിടെ ഇരുന്നു, ബെല്ലടിച്ചു, പിന്നെ സൈലൻസ് തുടങ്ങി, ടീച്ചർമാരൊക്കെ വന്നു, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ തുടങ്ങുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നു, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്നു, ദേ പേടി മാക്സിമത്തിലേക്ക് എത്തുന്നു. ഇതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ എന്താണ് സംഭവം എന്നറിയാവോ? അതറിയണമെങ്കിൽ നമ്മളുടെ ബ്രെയിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ട് മക്കൾ മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിനിൽ ഒരു അലാം സിസ്റ്റം ഉണ്ട്. അവന്റെ പേര് അമിഗ്ഡാല എന്നാണ്. അമിഗ്ഡാല ദാ ഇങ്ങനെ ഇരിക്കും.
ഒരു ബദാം പരിപ്പിന്റെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ അകത്ത് ഇവിടെ എവിടെയോ അകത്തിരിപ്പുണ്ട്. ഈ അമിഗ്ഡാല ഉള്ളത് നമ്മുടെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ലിംബിക് സിസ്റ്റം എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ലിംബിക് സിസ്റ്റത്തിലാണ് ഈ അമിഗ്ഡാല ഉള്ളത്. ഈ ലിംബിക് സിസ്റ്റത്തിൽ താഴെയായിട്ട് ഒരു സ്റ്റെം സെല്ലുണ്ട് ബ്രെയിനിൽ. ഈ സ്റ്റെം സെല്ലാണ് ആദ്യം ഉണ്ടായ ബ്രെയിൻ. അന്ന് മനുഷ്യരില്ല. ബ്രെയിൻ ആദ്യം ഉണ്ടാവുമ്പോൾ മനുഷ്യരില്ല, മനുഷ്യർ പിന്നെയാണ് ഉണ്ടായത്. ആദ്യം ബ്രെയിനൊക്കെ ഉണ്ടായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഉരകങ്ങളായിരുന്നു. പാമ്പും പല്ലിയും മുതലയൊക്കെ ആയിരുന്നു. ആ ഉരകങ്ങളുടെ ആ കാലത്ത് ഇന്ന് ഇതേപോലെ പരീക്ഷയൊന്നുമില്ല, മറിച്ച് അവിടെ പേടി ഉണ്ടായിരുന്നു. പേടി. എന്തിനാ പേടി? ഒരു പാമ്പിങ്ങനെ കിടക്കാണ്. ഈ രാജവെമ്പാല തിന്നുന്നത് എന്തിനെന്നറിയോ? രാജവെമ്പാല തിന്നുന്നത് മറ്റു പാമ്പുകളെയാണ്. അപ്പോൾ ഒരു പാമ്പിങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് അവിടെ മറ്റൊരു സ്ഥലത്ത് പുല്ലനങ്ങി. പുല്ലനങ്ങിയപ്പം ഇത് നീർക്കോലിയാന്ന് വിചാരിക്കുക. നീർക്കോലി എന്ത് വിചാരിക്കുന്ന അറിയാവോ? അയ്യോ, അത് രാജവെമ്പാലയാണോ? പേടിച്ചു. പേടിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ ഫൈറ്റ്, യുദ്ധം ചെയ്യും. കാര്യം എതിർക്കാൻ നോക്കും. ശക്തിയോടെ ചാകാതിരിക്കാൻ വേണ്ടിയിട്ട് എതിർക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലൈറ്റ്, ഓടിപ്പോവും. അയ്യോ, രാജവെമ്പാല വന്നേന്ന് പറഞ്ഞ് ഓടിപ്പോവും. അല്ലെങ്കിൽ ഫ്രീസ്, ഇങ്ങനെ സ്തബ്ധരായി നിൽക്കും. ഇത് 3മാണ് സംഭവിക്കുക പേടിച്ചാൽ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതൊന്നും മക്കളുടെ കുഴപ്പമില്ലെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ രാജവെമ്പാലയുടെ ബ്രെയിൻ, അല്ലെങ്കിൽ ഈ നീർക്കോലിയുടെ ബ്രെയിൻ, ഈ ഉരകങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ പേടിയുടെ ബ്രെയിൻ എന്താ ചിന്തിക്കുന്നറിയാവോ? ഈ വരുന്നത് നിങ്ങളെ കടിക്കാൻ വരുന്ന ഒരു രാജവെമ്പാലയാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടല്ല അതിനെ കാണുക. ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണുന്നതൊക്കെ നമുക്കറിയില്ല. ഇത് ഒരു പേപ്പറാണ്, ഇതൊരു പരീക്ഷയാണ്, ഇതിപ്പോ എന്ത് പറ്റി, ഒന്നും പറ്റാനോ ഒന്നും പറ്റില്ല, ഇവിടെ ഒന്നും പറ്റൂലല്ലോ. പക്ഷേ നിങ്ങളുടെ ആ പഴയ ബ്രെയിൻ ഉണ്ടല്ലോ, നിങ്ങളെ കടിക്കാൻ വരുന്ന ഒരു രാജവെമ്പാലയായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കാണും. അതാണ് പേടിക്കാൻ കാരണം. നമ്മുടെ ബ്രെയിനിലെ ഈ അലാറം, അമിഗ്ഡാല. ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞു, അമിഗ്ഡാല. ഇവൻ എന്ത് പറയുമെന്നറിയോ? ഇവൻ ആക്റ്റീവ് ആവും. എപ്പോ പേടി വരുന്നു ഇവൻ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയവൻ ഇവൻ ഒരു സൈറൻ മുഴക്കും. ആ സൈറനാണ് അപകടം, അപകടം, ഡേഞ്ചർ, 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 ഡേഞ്ചർ. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യണം? ഈ പേപ്പറിനെ തല്ലിക്കൊല്ലണം, അല്ലെ അവിടുന്ന് ഓടി രക്ഷപ്പെടണം. ഇതാണ് നിങ്ങൾക്ക് കൈവിറയ്ക്കുന്നത്, അല്ലെങ്കിൽ വിയർക്കുന്നത്, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്നതിന് കാരണം. ഇല്ലെങ്കിൽ എന്തിനാ വെറും ഒരു പേപ്പറെ കാണുമ്പോൾ നെഞ്ചിടിക്കുന്നേ, കൈവിറയ്ക്കുന്നേ? എന്നാൽ സത്യത്തിൽ ഈ അമിഗ്ഡാല പാവാണ്, നിങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ പരീക്ഷാ ഹാളിൽ വെച്ച് അവന് ചെറിയൊരു തെറ്റ് പറ്റിയതാണ്. ഈ അമിഗ്ഡാല ഒറ്റയ്ക്കല്ല കേട്ടോ, അവന്റെ കൂടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. അതാണ് ലിംബിക് സിസ്റ്റം. നമ്മുടെ വികാരങ്ങളുടെ മൊത്ത കച്ചവടക്കാര്. പേടി, ദേഷ്യം, സങ്കടമൊക്കെ യുവമാരുടെ കയ്യിലാണ്. ഇതിനകത്ത് ഹിപ്പോക്രാമ്പസ് എന്നൊരു ചേട്ടനുണ്ട്. ഹിപ്പോകാമ്പസ്, ഇവരാണ് നിങ്ങളുടെ മെമ്മറി കാർഡ്. നിങ്ങളുടെ സ്റ്റോറേജ് യൂണിറ്റ്. നിങ്ങൾ പഠിച്ചതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. പേടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവോ? ഈ സിസ്റ്റം കട്ടാവും. അവിടെയാണ് അപകടം. പേടിക്കുന്നതല്ല അപകടം. നിങ്ങൾ പേടിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഹിപ്പോകാമ്പസ് കട്ടാവും. സ്റ്റോറേജ് കട്ടായി കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? നിങ്ങൾക്ക് മര്യാദക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല, എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ പറ്റൂല. ഇപ്പൊ പ്രശ്നം മനസ്സിലായോ? പേടിക്കുന്നതല്ല പ്രശ്നം. ഈ പേടിയെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മെമ്മറി യൂണിറ്റിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ നമ്മള് തലച്ചോറിന്റെ ഈ ഒരു കളിയെ എങ്ങനെ ഓവർകം ചെയ്യാം? നമുക്ക് ഈ കളിയെ സഹായിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ അകത്ത് തന്നെ 2 പേരുണ്ട്.
ഒന്ന് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഹ്യൂമൻ ബ്രെയിൻ. നമ്മൾ പല്ലിൽ നിന്നും പാമ്പിൽ നിന്നും ഒക്കെ വളർന്ന് പിന്നെ സസ്തനികളായി, ഉരകങ്ങളിൽ നിന്ന് സസ്തനികളായി, കൊരങ്ങച്ചന്റെ കയ്യിൽ നിന്ന് നമ്മളൊക്കെ ആയി മാറി വന്നപ്പോൾ ഉണ്ടായ മനുഷ്യന്റെ ബ്രെയിൻ ഉണ്ട്, കോർട്ടക്സ് ബ്രെയിൻ. ഈ കോർട്ടക്സ് ബ്രെയിൻ അകത്തുണ്ട്. പക്ഷെ രസം എന്നാണെന്നറിയോ, ഈ കോർട്ടക്സ് ബ്രെയിനിലേക്ക് ഇതിനിടയ്ക്ക് ഒരു മീഡിയേറ്റർ ഉണ്ട്, അവന്റെ പേരാണ് സിംഗുലേറ്റ് കോർട്ടക്സ്, ദ ട്രാഫിക് കൺട്രോളർ. ഈ ട്രാഫിക് കൺട്രോൾ എന്ത് ചെയ്യുന്നറിയോ, ആരാണോ ഡൊമിനന്റ് ആയി നിൽക്കുന്നത് അവരുടെ കൂടെ കൂടും. ലിംബിക് സിസ്റ്റം ആണെങ്കിൽ ലിംബിക് സിസ്റ്റത്തിന്റെ കൂടെ കൂടും. എന്നാൽ ഈ ട്രാഫിക് പോലീസുകാരനെ കൊണ്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോണം മക്കളെ, സാർ ഇത് വളരെ എളുപ്പമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന കുറച്ച് ടെക്നിക്കുകളാണ്. ഇങ്ങനെ നിങ്ങളുടെ ഈ അലാറം അടിച്ച് നിങ്ങളുടെ ലിംബിക് സിസ്റ്റം വന്ന് കളിച്ച് നിങ്ങളുടെ മെമ്മറി കാർഡിനെ ഫ്യൂസ് ഊരുന്ന സമയത്ത് ആ ശ്രദ്ധയെ നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പേടിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് പേടിക്കാൻ പറ്റൂല. ഇത് ബ്രെയിൻ ഗെയിമാണ്, ബ്രെയിൻ ഗെയിമാണ്. പേടിയും ഒരു ബ്രെയിൻ ഗെയിമാണ്. നിങ്ങളുടെ തലച്ചോറിനകത്ത് പേടി വരുന്നത് ഒരു ബ്രെയിൻ ഗെയിമാണ്. ഇപ്പൊ പരീക്ഷാ ഹാളിൽ ചെന്ന് നിൽക്കുന്ന ആദ്യത്തെ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിയെ വഴിതിരിച്ചു വിടാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ല. ഇതൊരു ബ്രെയിൻ ഗെയിമാണ്. ആ ബ്രെയിൻ ഗെയിം കളിക്കാൻ പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ ആ ബ്രെയിൻ ഗെയിം കളിക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. അതിലൊരു ടെക്നിക്കാണ് സാർ നിങ്ങൾക്ക് അയച്ചൊരു വീഡിയോയ്ക്കകത്ത് തന്നത്. കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട്, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവോ, നിങ്ങളുടെ പേടിയുടെ വികാരങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നും, കാരണം ഇന്നത്തെ ചെറിയൊരു വീഡിയോക്കകത്ത് ഇതൊന്നും പഠിപ്പിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ മക്കളോട് നേരിട്ട് വരാൻ പറഞ്ഞത്. അതും ഇന്നലെ രാത്രി മാത്രം തീരുമാനിച്ചൊരു പ്രോഗ്രാം ആയതുകൊണ്ട് നിങ്ങളെയൊന്നും അറിയിക്കാനും പറ്റിയില്ല, എല്ലാവരെയും അറിയിക്കാനും പറ്റിയില്ല. കുറച്ച് പേരെ മാത്രമാണ് നമുക്ക് അറിയിക്കാൻ പറ്റിയത്. നോക്കിയേ, ഇനി സയൻസ് കഴിഞ്ഞു, പേടിയുടെ പുറകെയുള്ള ശാസ്ത്രം കഴിഞ്ഞു. പേടിയുടെ പുറകെയുള്ള ശാസ്ത്രം വളരെ സിമ്പിളാണ്. ഈ തലച്ചോറിലെ പേടിയുടെ ഭാഗത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. ബ്രെയിനെ പറ്റിക്കാനുള്ള ട്രിക്കുകൾ. സാർ ഇത് പറയുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ നമുക്കൊരു കളി കളിക്കാം. ഒരു ഗെയിം ഇഷ്ടമല്ല എല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾക്ക് നാളെ സ്കൂളിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു നല്ല കളിയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. നിങ്ങൾ എല്ലാവരും ഇത് എഴുന്നേറ്റിരിക്കാവോ? കഴിയാവുന്ന കുട്ടികൾ, മക്കളൊന്ന് ക്യാമറ ഓൺ ചെയ്യാവോ? ഞാൻ നിങ്ങളൊന്ന് കണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഒന്ന് ക്യാമറ ഓൺ ചെയ്യാവോ? കുറച്ച് പേരെങ്കിലും. ഇല്ലെങ്കിൽ സാറിങ്ങനെ റേഡിയോ ജോക്കിയെ പോലെ വർത്തമാനം വേണ്ടിക്കേണ്ടി വരികയല്ലേ. പേടി വരുമ്പോൾ ബുദ്ധി എങ്ങനെ ഓഫാകുന്നു, നിങ്ങളുടെ ശരീരം അനങ്ങുമ്പോൾ അതെങ്ങനെ തിരിച്ചു വരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ എഴുന്നേറ്റുന്നല്ലോ അല്ലേ? ഇനി ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവും. ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു പാമ്പ് വന്നെന്ന് വിചാരിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തൊരു ഒരു പാമ്പ് വന്ന് ശരിക്കും വിചാരിക്കുക. അല്ലെങ്കിൽ ഇനി പാമ്പ് വന്ന് വിചാരിക്കാൻ പാടാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഏറ്റവും ടഫായ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇനി എല്ലാവരും ഒന്ന് പേടിച്ച് കൈയൊക്കെ ഒന്ന് വിറച്ച് മുഖമൊക്കെ നാക്കി ശ്വാസം വേഗത്തിലെടുത്ത് നിങ്ങൾക്ക് പേടിയെ ശരിക്കും ഫീൽ ചെയ്യുക. ഒരു പാമ്പ് വന്ന് നിങ്ങളുടെ മേത്തുകൂടി ഇപ്പൊ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പേടിക്കും? ആ പേടി ഒന്ന് ഫീൽ ചെയ്തേ.
മാക്സിമം പേടിച്ചോ, ഒരു 5-10 സെക്കൻഡ് പേടിക്കുക. 5-10 സെക്കൻഡ് പേടിക്കുക. പേടിക്കുക, മാക്സിമം പേടിക്കുക, മാക്സിമം പേടിക്കുക. ശരി, ഇനി ഞാൻ ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ അമ്മയുടെ ഫോണിലെ അവസാനത്തെ 3 അക്ക നമ്പർ ഏതാണ്? ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ 17 × 8 എത്രയാണ്? 234. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, ശ്രദ്ധിച്ചു നോക്ക്. പെട്ടെന്ന് ഇത് അറിയാവുന്നതാണ്. അമ്മയുടെ ഫോൺ ലാസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. അമ്മയുടെ ഫോൺ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉത്തരം കിട്ടിയല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കളിയായതുകൊണ്ട് അധികം പേടിച്ചില്ല. നിങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ അമിഗ്ഡാലയുടെ സൈറൺ അടിച്ചു, എന്നിട്ട് ബുദ്ധി ലോക്കാക്കി വെക്കും. മനസ്സിലായോ? ഇനി നമ്മളിതിനെ ഹാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾ കയ്യും കാലും നന്നായി കുടഞ്ഞ്, ഈ നായില്ലേ, നായ് മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ കുടയില്ലേ, അതേപോലെ കയ്യും കാലും ഒക്കെ നന്നായി കുടഞ്ഞ്. ഇനി മങ്കി ഫേസ്, വായ നിറച്ച് കാറ്റ് നിറച്ചിട്ട് കവിൾ വീർപ്പിച്ചേ, എന്നിട്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഊതിക്കളഞ്ഞേ. കണ്ടോ, ഇതെല്ലാം ബ്രെയിൻ ഹാക്സ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അമ്മയുടെ നമ്പർ എന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആ സാധനം കയറി വരും. 539675234. യാ, ഗുഡ്. മക്കളെ, അപ്പോൾ എപ്പോഴൊക്കെ ടെൻഷൻ ആവുന്നോ, എക്സാം ഹാളിൽ ചെല്ലുന്നു, സാർ ഇന്നൊരു 5-10 ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാം കേട്ടോ. 5-10 ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാം. അതിലൊരു സിംഗിൾ ടെക്നിക്കാണ്, ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ശ്രദ്ധിച്ചോണേ. നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ വായിലെ വെള്ളം പറ്റും. ടെൻഷൻ വരുമ്പോൾ എന്ത് പറ്റും? വായിലെ വെള്ളം പറ്റൂലേ? വായിലെ വെള്ളം വരളൂലേ? ഇത് വരളുന്നതിന്റെ ലക്ഷണം എന്താണെന്നറിയോ? അപകടം എന്ന സിഗ്നൽ ബ്രെയിനിൽ പോയിട്ട് ബ്രെയിനോട് തയ്യാറെടുക്കാൻ പറയാൻ പോവാണ്, കൂടുതൽ പ്രിക്കോഷൻ എടുക്കാൻ പോവാണ്. അതിനെ ബ്രെയിനെ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ വായടച്ച് പിടിച്ച് എന്നിട്ട് ഈ നാക്ക് കൊണ്ട് വായിൽ മാക്സിമം ഉമിനീരുണ്ടാക്കുക. നാവ് വരണ്ടു വരുമ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഒരു 30 സെക്കൻഡ്സിന്റെ ഫസ്റ്റ് ഹാക്കാണ് സാർ തരുന്നത് കേട്ടോ. ഫസ്റ്റ് ഹാക്കാണ്. വായ്ക്കുള്ളിൽ നാവ് ഇങ്ങനെ ചുഴറ്റുക, എന്നിട്ട് വായ് ഉണങ്ങാൻ അനുവദിക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. വായിൽ ഉമിനീര് നിറഞ്ഞിരിക്കുമ്പോൾ ബ്രെയിനിന് കിട്ടുന്ന സിഗ്നൽ എന്താണെന്നറിയോ? യു ആർ സേഫ്. എപ്പോഴൊക്കെ വായിൽ ഉമിനീരുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിന് കിട്ടുന്ന സിഗ്നല് യു ആർ സേഫ്. സേഫ് ആണെങ്കിൽ ബ്രെയിൻ നിങ്ങളെ പേടിപ്പിക്കൂല. അപ്പൊ ഹാക്ക് നമ്പർ 1 എത്ര സിമ്പിളാന്ന് നോക്കിയേ. ഹാക്ക് നമ്പർ 1, നാവില് എന്ത് വരുത്തുക? വായിക്കകത്ത് നാക്ക് ചുഴറ്റി മാക്സിമം എന്തോ വെരി ഗുഡ്, മാക്സിമം സലൈവ് വരുത്തുക. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇത് പഠിക്കാൻ എന്തെങ്കിലും റോക്കറ്റ് സയൻസ് വേണോ? പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് ഇത് ചെയ്യാൻ എന്തെങ്കിലും പാടുണ്ടോ? വാ വരണ്ടു പോവാൻ അനുവദിക്കരുത്. ബ്രെയിന് യു ആർ സേഫ് എന്ന സിഗ്നൽ കൊടുക്കുക. സോ ഫസ്റ്റ് ഹാക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം. എന്നിട്ട് ആ ഉമിനീര് ഇറക്കിക്കോണം കേട്ടോ. സോ ഹാക്ക് നമ്പർ 1. ഇനി ഹാക്ക് നമ്പർ 2. കാരണം നമ്മൾ വാ നനവുള്ളതാക്കിയിട്ട് പേടിക്കാൻ ഒന്നുമില്ല, സേഫ് എന്ന സിഗ്നൽ കൊടുത്തതുപോലെ ആ സിഗ്നൽ കൊടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ ബ്രെയിനിൽ ഇവനിങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു, പാമ്പ് വരുന്നു, രാജവെമ്പാല വരുന്നു, കടിക്കും, തല്ലണം, ഓടണം, പേടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ
നമ്മൾ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തൊരു സംഭവം ചെയ്യണം. ഇതും വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡെസ്ക് ഉണ്ടല്ലോ, നിങ്ങൾ ഡെസ്കിലാണല്ലോ പരീക്ഷ എഴുതുക. ആ ഡെസ്കിന് മേളിലേക്ക് 2 കൈവെള്ളകളും വെക്കുക. പരത്തി വെക്കണം കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ വിളിക്കരുത്, ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് കണ്ണടയ്ക്കുക. ഈ ഡെസ്കിന് ഒരു തണുപ്പുണ്ട്. ഈ തണുപ്പ് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് പടരുന്നത് ശ്രദ്ധിക്കുക. നോക്കിയേ, കൈ ഇങ്ങനെ വെച്ചു. ആ ഡെസ്കിന്റെ തണുപ്പ് ഇങ്ങനെ കയ്യിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഡെസ്കിന് നല്ല തണുപ്പുണ്ടെന്ന് ഒരു വട്ടം പറയുക കേട്ടോ. 10 വട്ടം ഒന്നും പറയണ്ട. കൈ ഇങ്ങനെ വെച്ചിട്ട് പറയണം, ഡെസ്കിന് നല്ല തണുപ്പുണ്ട്. ഇപ്പോഴും എന്തു പറ്റും? നിങ്ങളുടെ അമിഗ്ഡാലയുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വന്നു. അവൻ പേടിക്കാൻ മറന്നുപോകും. അതുകൊണ്ട് എത്ര സിമ്പിളാന്ന് നോക്കിയേ. ഹാക്ക് നമ്പർ 1 നാക്ക്, ഹാക്ക് നമ്പർ 2 കൈ. ഇനി ഹാക്ക് നമ്പർ 3. നിങ്ങൾ ഇതെല്ലാം ചെയ്യണമെന്നില്ല കേട്ടോ. സാറിന്നൊരു 5-8 എണ്ണം പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ന് വൈകിട്ട് ഇതൊന്ന് പ്രാക്ടീസ് നോക്കുക. പരീക്ഷയെക്കുറിച്ച് പേടി വരുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ടെക്നിക്കൽ പ്രാക്ടീസ് നോക്കുക. ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് വർക്കായെങ്കിൽ ആ ടെക്നിക്ക് മാത്രം ചെയ്താൽ മതി പരീക്ഷ ഹാളിൽ പോയിട്ട്. അല്ലാതെ എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. ഈ കുറച്ചുകൂടി ഇതിപ്പോ സാറിപ്പോ സിമ്പിൾ പേടികൾക്കുള്ള കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ പേടി, ചെറിയൊരു ടെൻഷൻ, ഇതൊക്കെ ചെയ്താൽ മതി. ഇനി നല്ല അട്ടർ പേടിയുള്ള മക്കൾക്കായിട്ടുള്ള കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ടെക്നിക്കുകൾ ഏറ്റവും അവസാനം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ടെക്നിക്കൽ മനസ്സിലാവും. കണ്ടു, ഇപ്പൊ കുറെ പേരുടെ ക്യാമറ ഓൺ ആയില്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആദ്യത്തേക്കാൾ പേടി പോയില്ലേ? നിങ്ങൾ വന്നതിനേക്കാൾ പേടി പോയില്ലേ? ഇനിയും ധൈര്യമുള്ളവരൊക്കെ ഈ ടെക്നിക്ക് ചെയ്തിട്ട് ഹാക്ക് 2 ചെയ്തപ്പോ ആണ് കൈ വിറയ്ക്കുന്നേ. കൈ വിറച്ചാൽ എന്ത് ചെയ്യണം? കൈ വിറച്ചാൽ ഹാക്ക് നമ്പർ 3 സാർ ഇന്നലെ വീഡിയോക്കകത്ത് തന്നിട്ടുണ്ട്. കൈ വിറച്ചാൽ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇനി ഇങ്ങനെ ചെയ്യുന്നൊന്നും ആരും കാണണ്ട. പരീക്ഷാ ഹാളിൽ ടീച്ചറൊന്നും കാണണ്ട. അതുകൊണ്ട് കൈ നേരെ ഡെസ്കിന്റെ അടി കൊണ്ടുപോകും. ഡെസ്കിന്റെ അടി കൊണ്ടുപോയിട്ട് എത്രത്തോളം ബലം പിടിക്കാവോ അത്രത്തോളം ബലം പിടിക്കുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് കേട്ടോ ഹോൾഡ് ചെയ്യും. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇത് നിങ്ങളിങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഒരു നല്ല സുഖം ഉണ്ടാവും. ആ സുഖത്തോടൊപ്പം നിങ്ങളുടെ എല്ലാ ടെൻഷനും ഇതിലൂടെ പോകുന്നതായിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുക, റിലാക്സ്. ഒരു 3 പ്രാവശ്യം റിലാക്സ് എന്ന് പറയുക. റിലാക്സ്. ഇനി കൈ വിറയ്ക്കൂല. ആ വിറച്ചാളെന്ന് കയ്യെ പിടിച്ചു നോക്കി. കണ്ടോ? ഇപ്പൊ നമ്മൾ 2-3 കാര്യത്തിൽ എടുത്തു. നാവിന്റെ വരൾച്ച അഡ്രസ് ചെയ്തു, കൈയുടെ വിറയൽ അഡ്രസ് ചെയ്തു, പിന്നെ നമ്മുടെ ശ്രദ്ധയെ മാറ്റി. ഇനി ഒരു സാധനമാണ് ശ്വാസം. ശ്വാസോച്ഛ്വാസം കൂടും അല്ലേ? അയ്യോ. ശരി, മക്കൾ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നതല്ലേ? ഉപയോഗിക്കുന്നവരല്ലേ? യൂട്യൂബിൽ കയറിയിട്ട് ബോക്സ് ബ്രീത്തിങ് എന്ന് സെർച്ച് ചെയ്യുക. ബോക്സ് ബ്രീത്തിങ്. മക്കൾക്ക് വേണ്ടിയിട്ട് സാറിപ്പ് എടുക്കാം. കേട്ടോ. ഇപ്പൊ തന്നെ എടുക്കാം. ഞാൻ തന്നെ എടുക്കാം. ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് എടുക്കുകയാണേ. എവിടെ സ്ക്രീൻ വന്നില്ലേ? ഞാൻ സെർച്ച് ചെയ്യാണ്. ബോക്സ് ബ്രീത്തിങ്. ബോക്സ് BREATHING. ബോക്സ് ബ്രീത്തിങ്.
1 minute exercise. Box breathing. Inhale for 4 seconds. Hold your breath for 4 seconds. Exhale for 4 seconds. And then hold your breath again for 4 seconds. എന്താ പറഞ്ഞേ? 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക്. ആരും അറിയണില്ലേ? ശ്വാസം എടുക്കുന്നു. 4 സെക്കൻഡ് കൊണ്ട് 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക്. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 4 സെക്കൻഡ് കൊണ്ട് വിടുക. അടുത്ത 4 സെക്കൻഡിൽ ശ്വാസം എടുക്കരുത്. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. Now you try. ശ്വാസം എടുക്ക്. Hold. Exhale. Close. ശ്വാസം എടുക്കരുത്. ശ്വാസം എടുക്കൂ. Hold. Exhale. Hold. ശ്വാസം എടുത്തേ. സിമ്പിളാണ് മക്കളെ. എനിക്ക് എല്ലാവർക്കും മക്കളുടെ അഡ്രസ് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, എനിക്ക് എല്ലാവരുടെയും ഫോൺ നമ്പർ അറിയാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് ഇത് അയച്ചു തന്നേനെ. ഞാൻ അയച്ചു തരാൻ നിൽക്കണ്ട. നിങ്ങൾ യൂട്യൂബിൽ കയറുക, ബോക്സ് ബ്രീത്തിങ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ 1 മിനിറ്റ് പ്രാക്ടീസ് ഉണ്ട്, 2 മിനിറ്റ് പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ ജസ്റ്റ് 1 മിനിറ്റ്. ഇനി ഇത് പരീക്ഷാ ഹാളിൽ യൂട്യൂബ് എടുക്കാൻ രക്ഷയില്ലോ, പക്ഷെ നിങ്ങൾക്കൊരു കൗണ്ട് മതി. ശ്വാസം എടുക്കുക. ഇപ്പൊ ഏകദേശം 4 സെക്കൻഡ് ആണ്. ഹോൾഡ് ചെയ്യുക, മനസ്സിൽ കൗണ്ട് ചെയ്യുക, റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ വായ് വഴി വിട്ടോളൂ കേട്ടോ. മൂക്ക് വഴി ശ്വാസം എടുത്തിട്ട് വായ് വഴി വിട്ടോളൂ. എന്നിട്ട് വായടച്ച് ഒരു 4 സെക്കൻഡ് ഒരു ബ്രേക്ക് കൊടുക്കുക. അടുത്ത 4 സെക്കൻഡിൽ ഇതിനൊക്കെ ഒരു മിനിറ്റ് എടുക്കുള്ളൂ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട്. ഇപ്പൊ എത്ര ടെക്നിക്കായി? 4 ടെക്നിക്കായി. 4 ടെക്നിക്കായി. ഇനി അഞ്ചാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ തള്ളവിരലില്ലേ, തള്ളവിരൽ കൊണ്ട് ബാക്കി 4 വിരലുകളെയും നെക്കിക്കൊണ്ട് 1 2 3 4 പറയുക. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇത് എപ്പോൾ ചെയ്യണമെന്ന് അറിയോ? ചോദ്യപേപ്പർ വരാൻ കാത്തിരിക്കുമ്പോൾ ഡെസ്കിന് താഴെ വെച്ച് ഇത് ചെയ്യാം. ശ്രദ്ധ മുഴുവൻ വിരൽ തുമ്പിലെ ഈ അമർത്തലായിരിക്കണം. ഇതാണ് പോയിന്റ് കേട്ടോ. നമ്മള് നല്ലവണ്ണം അമർത്തി 1 ചെയ്തു. അടുത്ത് എന്ത് ചെയ്യുക? 1 പറഞ്ഞു, 2 3 4. ഇനി തിരിച്ച് 4 3 2 1 1 2 3 4. അതായത് ആ പേപ്പർ വരാൻ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് സമയം ഇത് ചെയ്തുകൊണ്ടിരുന്നോ, നേരത്തെ പറഞ്ഞ കൈവിറക്കലും പോകും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ രാജവെമ്പാല വരാറായല്ലോ, ആ ശ്രദ്ധയും പോകും. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കരുത്. ശ്രദ്ധ മുഴുവൻ എവിടെ കൊടുക്കണം? ഈ പ്രഷർ പോയിന്റുകളിൽ കൊടുക്കണം. 5 ഹാക്ക് ക്ലിയർ ആയോ? 5 ഹാക്ക് ക്ലിയർ ആയോ? ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു ഹാക്കുകൾ. അപ്പൊ ഈ ഹാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് സാർ ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ സേവ് ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡിലേക്കുള്ള ഡേറ്റ കട്ടാകാൻ പോവാണ്. നമ്മൾ പേടിച്ച് പോയി കഴിഞ്ഞാൽ ഹിപ്പോ ക്യാമ്പസ് ആ മെമ്മറി കാർഡിലേക്കുള്ള നെറ്റ്വർക്ക് കട്ടാകാൻ പോവാണ്. അവൻ പേടിച്ച് വാതിലടയ്ക്കാൻ പോവാണ്. പേടിച്ച് വാതിലടച്ചാൽ എല്ലാം ബ്ലാങ്കായി പോകും. ബ്ലാങ്കായി പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഡേറ്റ ഡിലീറ്റ് ആവുന്നില്ല, ഡേറ്റ എല്ലാം അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സമയത്ത് എടുക്കാൻ പറ്റൂല. 3 കാര്യങ്ങൾ സംഭവിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക.
ഒന്ന് രജിസ്ട്രേഷൻ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവണം. 2 റീടെൻഷൻ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ വരെ ഓർത്തു വെക്കണം. 3 റീകോൾ, ഈ പരീക്ഷാ ഹാളിലെ ആ കൃത്യസമയത്തിനുള്ളിൽ ഈ സാധനത്തെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? എടുത്ത് റീകോൾ ചെയ്യണം. അപ്പൊ റീകോൾ ചെയ്യാനുള്ള ഡേറ്റ അവിടെ ഉണ്ട്. എൻ്റെ മക്കൾ പഠിച്ചോ? പഠിച്ചു, പക്ഷേ റീകോൾ ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം ഡേറ്റ ഡിലീറ്റ് ആയി പോയതല്ല, അങ്ങോട്ട് കണക്റ്റ് ആവാത്തതാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ 5 ആക്ടിവിറ്റികൾ കൊണ്ട് കട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ, നിങ്ങളുടെ അമിഗ്ഡാല ബഹളം വെക്കുമ്പോൾ, നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഇൻബാലൻസ് ആകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ബ്രെയിൻ ഉണ്ടല്ലോ, PFCയോട് ട്രാഫിക് കൺട്രോൾ സിംഗുലേറ്റ് കോർട്ടക്സ് പറയും, എടാ 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 എടാ, അവിടെ പേടി തുടങ്ങിയിട്ടുണ്ട്, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ചാൽ ഈ PFC കട്ടാവും. അതുകൊണ്ടാണ് അതിനെ ബ്രേക്ക് ചെയ്യണം, ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണം. ഈ 5 ടെക്നിക്കുകളും ആ പാറ്റേൺ ബ്രേക്കിംഗ് ആണ്. കാരണം PFC ഓഫായാൽ പിന്നെ അമിഗ്ഡാല ഭരണം പിടിച്ചെടുക്കും. അമിഗ്ഡാല ഭരണം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തലകറങ്ങും, ഛർദ്ദിക്കാൻ വരും, കണ്ണിൽ ഇരുട്ട് കയറും, ചില കുട്ടികൾ കരയും. അപ്പോൾ ആ ട്രിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു? തട്ടി. ഇനി കുറച്ചുകൂടി, സാറേ ഇതിലൊന്നും നിൽക്കുന്നില്ല, ഇതൊക്കെ കൊച്ചു പിള്ളേർക്കുള്ള ടെക്നിക്കല്ലേ, ഇതിലൊന്നും നിൽക്കുന്നില്ല, എനിക്ക് ഇച്ചിരി കൂടി പേടിയുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി നല്ല ടെക്നിക്ക് നമ്പർ 6, ബട്ടർഫ്ലൈ ഹഗ്. ബട്ടർഫ്ലൈ ഹഗ് എന്താ? ബട്ടർഫ്ലൈ ഹഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈ എടുത്തിട്ട് ഇടത് കൈ ഇവിടെയും വെക്കണം, വലത് കൈ ഇവിടെയും വെക്കണം. വെച്ച് ഇടത് കൈ ഇവിടെയും വെക്കണം, വലത് കൈ ഇവിടെയും വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ തട്ടിക്കൊടുത്ത്, തട്ടിക്കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ തട്ടൂലേ, ഈ വിരൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ തട്ട്, ഒരു ചിത്രശലഭം ചിറകടിക്കുന്നത് പോലെ തട്ട്. നിങ്ങളൊന്ന് പേടിച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കിയേ. നിങ്ങൾ കരയുമ്പോഴൊക്കെ നിങ്ങളുടെ സാറന്മാരൊക്കെ വന്നല്ലേ അമ്മയൊക്കെ ഒന്ന് തട്ടുന്ന എവിടെയാ? തട്ടുന്നുണ്ടോ? അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ വന്ന് അമ്മയോടും തട്ടാൻ പറയാൻ പറ്റുമോ? പരീക്ഷാ ഹോളിൽ വന്നിട്ട് അമ്മ എന്റെ കൂടെ ഒന്നും തട്ടി തന്നെ കേട്ടോ, പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് കേട്ടോ. ദാ ഇങ്ങനെ കൈവച്ചു, കുറച്ച് സമയം ഇങ്ങനെ എന്ത് ചെയ്യുക? തട്ടിക്കൊടുക്കുക. ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? നിങ്ങളുടെ ബ്രെയിനിന് 2 പാർട്ടുണ്ട്. ലെഫ്റ്റ് ഹെമോസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമോസ്ഫിയർ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ മാറി മാറി തട്ടുമ്പോൾ ഈ 2 വശങ്ങളും കണക്ട് ആവും. അപ്പൊ നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിൻ തിരിച്ചു വരും, PFC തിരിച്ചു വരും. PFC തിരിച്ചു വന്നാൽ, വെളിച്ചം വന്നാൽ, ടോർച്ച് കത്തിച്ചു, വെളിച്ചം വന്നാൽ ഇരുട്ട് നിൽക്കാൻ പറ്റൂല. അതേപോലെ PFC തിരിച്ചു വന്നാൽ അമിഗ്ഡാലയ്ക്ക് നിൽക്കാൻ പറ്റൂല, ലിംബിക് സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റൂല. കണ്ടോ? സിമ്പിൾ അല്ലേ? ഇപ്പോ ഹാക്ക് നമ്പർ 6. ഇനി ഹാക്ക് നമ്പർ 7. എന്റെ കൈ നോക്കാം. ഈ കൈക്ക് നിങ്ങൾക്ക് ഒരു ബ്രെയിന്റെ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഈ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്രെയിന്റെ ഷേപ്പ് അല്ലേ? അല്ലേ? ഒരു തലച്ചോറ് ഇങ്ങനെയല്ലേ? അല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, ഇങ്ങനെ ചെയ്താൽ ടെൻഷൻ പോവും, എങ്കിലും പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്കിനി ശ്വാസത്തെ കൂട്ടുപിടിക്കണം. നമ്മുടെ ശ്വാസത്തെ കൂട്ടുപിടിക്കണം. നിങ്ങൾ ഇതാണ് ഡിസ്റ്റർബ്ഡ് ബ്രെയിൻ. കണ്ടോ? ഇതാണ് ഡിസ്റ്റർബ്ഡ് ബ്രെയിൻ. ബ്രെയിൻ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് റിലാക്സ്ഡ് ബ്രെയിൻ. നമുക്കത് റിലാക്സ് ആക്കണം. നിങ്ങൾ കൈ ഇങ്ങനെ എടുത്ത് ഓക്കെ, ശ്വാസം ഉള്ളിലേക്ക്, എന്നിട്ട് ഈ വിരലില്ലേ, ഈ വിരൽ ഇങ്ങനെ അകത്തേക്ക് മടക്കണം. തള്ളവിരൽ അകത്തേക്ക് മടക്കി, ഇതിങ്ങനെ 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. നോക്കിയേ,
4 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക്, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് 8 സെക്കൻഡ് കൊണ്ട് വിടണം. 4 സെക്കൻഡ് കൊണ്ട് എടുത്തു, 7 സെക്കൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്തു, 8 സെക്കൻഡ് കൊണ്ട് വിട്ടു. എന്നിട്ട് അടുത്ത വിരല് 4 ശ്വാസം എടുത്തേ, ഹോൾഡ് ചെയ്തു, റിലീസ് ചെയ്തു, 8 സെക്കൻഡ് കൊണ്ട് വിടുക. മൂന്നാമത്തെ വിരല് ശ്വാസം എടുക്കുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് കൊണ്ട് എടുത്തു, 7 സെക്കൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്തു, 8 സെക്കൻഡ് കൊണ്ട് വിട്ടു. ഇനി അടുത്ത വിരല് ഉണ്ടോ, ലാസ്റ്റ് വിരല് ഇനി ഞാൻ കയ്യിലേക്ക് നോക്കി, റിലാക്സ്ഡ് ബ്രെയിൻ. ഈ സമയം ഇപ്പൊ എടുത്തപ്പോ തന്നെ നിങ്ങളൊന്ന് ഉള്ളിലേക്ക് നോക്കിയേ, നിങ്ങൾ കുറെ റിലാക്സ് ആയില്ലേ? ശ്രദ്ധിച്ചു അതെ, നോക്ക്. റിലാക്സ് ഇത്രേ ഉള്ളൂ. പരീക്ഷാ നല്ല ഹാളിൽ ചെന്ന് മാറ്റമുണ്ട്. നല്ല മാറ്റം. പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച ടെക്നിക്കുകളിൽ ഏതെങ്കിലുമൊക്കെ മക്കൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനിയാണ് 3 മേജർ ടെക്നിക്കുകൾ. ഇവിടെ കൊണ്ടൊന്ന് നിൽക്കുന്നില്ലെങ്കിൽ 3 മേജർ ടെക്നിക്കുകൾ. ഓക്കെ, കൈകള് നല്ലവണ്ണം ഉരയ്ക്കുക. നല്ലവണ്ണം, അങ്ങനെ പോരാ, അയ്യോ ശരിക്കും ചൂടാവട്ടെ. ഇനി ആ ചൂട് നേരെ ഇവിടെ കൊടുക്കുക, നെറ്റിക്ക് വെക്കുക. അങ്ങനെ ഇരുന്നോ കേട്ടോ, അങ്ങനെ കുറച്ച് സമയം ഇരുന്നോ. എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചേ, ഈ കൈക്കകത്തെ ചൂട് മുഴുവൻ നെറ്റിയിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. കണ്ടോ, ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ വികാരങ്ങളിൽ, മീൻസ് പേടി, സങ്കടം, ദേഷ്യം ഒക്കെ കിടക്കുന്ന വികാരങ്ങളുടെ പാട്ടിൽ നിന്നും ബ്ലഡ് എങ്ങോട്ടേക്ക് വന്നു? വിവേകത്തിന്റെ പാട്ടിലേക്ക് വന്നു. ഇത് വെറും ഒരു പരീക്ഷയല്ലേ, ധൈര്യമായിട്ട് എഴുതുക, നീ നല്ലവണ്ണം പഠിച്ചതാണല്ലോ, നീ എത്രയോ പരീക്ഷയിൽ മുമ്പ് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പാട്ടിലേക്ക് ഈ ബ്ലഡ് കയറി വന്നു. അപ്പൊ പേടിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. ഇനി എന്ത് ചെയ്യണം? പരീക്ഷ തുടങ്ങാൻ പോവാണ്, നമുക്ക് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം, നമ്മുടെ വിഷൻ ക്ലിയർ ആവണം, ഇത് ഷാർപ്പ് ആവണം. നാം പഠിച്ച കാര്യങ്ങളൊക്കെ മിന്നൽ പോലെ നമ്മുടെ കയ്യിലേക്ക്, പേനത്തുമ്പിലേക്ക് ഒഴുകിയെത്തണം. വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഈ ചൂട് ഇങ്ങനെ കൊടുത്തില്ലേ, ഈ ചൂട് ഇങ്ങനെ കൊടുത്തിട്ട് അടുത്ത അത് തണുത്തങ്ങ് നമ്മുടെ കയ്യിലെ ചൂടെല്ലാം പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ കൈ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോള് പോലെ ഉണ്ട്, കണ്ടോ? ഇവിടെ അവിടെ കൊണ്ട് തള്ളവിരലമർത്ത്, ഇവിടെ തള്ളവിരലമർത്ത്. യെസ്. ഇനി 4 വിരലെടുത്തേ. 4 വിരലെടുത്തിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ നമ്മൾ ചന്ദനമൊക്കെ തൊടൂലേ, അതിന്റെ 2 വശത്തായിട്ട് പിടിച്ചേ, നമ്മുടെ ആജ്ഞാചക്രയുടെ 2 വശത്തായിട്ട് പിടിച്ചേ. അപ്പൊ മെയിൻ ടൈം സാറിന്റെ കൈ കണ്ടോ, ഇവിടെ പ്രസ് ചെയ്തിട്ടുകൊണ്ട്, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നോക്കിയേ. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഈ 4 വിരലും കൊണ്ട് നെറ്റിയെ ടൈറ്റ് ചെയ്യുക. 4 വിരലും കൊണ്ട് നെറ്റിയെ ടൈറ്റ് ചെയ്യുക. ഒരു 5-10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, റിലീസ്. വീണ്ടും എന്ത് ചെയ്യുക? വിരൽ വെക്കുക. ഇങ്ങനെ ഒരു 5 തവണ ആവർത്തിക്കുക. അഞ്ച് തവണ റിപ്പീറ്റ്. നിങ്ങൾ ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കിയേ, നിങ്ങളുടെ വിഷൻ കുറച്ചുകൂടി ക്ലിയർ ആയി. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി കാണാൻ പറ്റുന്നു. ശ്രദ്ധിച്ചേ, ശരിയോ തെറ്റോ? നിങ്ങളുടെ കാഴ്ച കുറച്ചുകൂടി ക്ലിയർ ആയി. ഇത്
കാഴ്ച മാത്രമല്ല, നിങ്ങളുടെ ഇവിടുത്തെ ബ്രെയിനിന്റെ നെർവസ് സിസ്റ്റം ഇപ്പൊ ആക്റ്റീവാണ്. ഇത് സാറ് വലിയ വലിയ ട്രെയിനിങ്ങൾ കൊടുക്കുന്ന ഒരു ടൂളാണ്. ബിലീഫ് ചേഞ്ചിങ് സിസ്റ്റം ഉണ്ട്, ഗാമ ബിലീഫ് ചേഞ്ചിങ് സിസ്റ്റം എന്ന് പറയും. നിങ്ങളുടെ ബ്രെയിൻ ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും പീക്കിൽ പെർഫോം ചെയ്യുന്നത് ഗാമ സ്റ്റേറ്റിലാണ്. ഗാമ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രെയിൻ ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഇത് ബീറ്റ സ്റ്റേറ്റ് ആണ്. ഈ ബീറ്റ സ്റ്റേറ്റ് നിങ്ങളിപ്പോൾ കണ്ണടച്ചു മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുന്നു, നിങ്ങൾ നേരെ ആൽഫ സ്റ്റേറ്റിലേക്ക് പോകും. എന്നാൽ ബ്രെയിനിന്റെ ഏറ്റവും പീക്ക് പ്രൊഡക്ടിവിറ്റി കിടക്കുന്നത്, നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കാം. കേട്ടോ. സാർ ഒന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കുകയാണേ. ഗൂഗിളിൽ സെർച്ച് നോക്കാം, മാതാപിതാ ഗൂഗിൾ ദൈവം അല്ലേ? മാതാപിതാ ഗുരു ദൈവം. ഇപ്പൊ എല്ലാം ഗൂഗിൾ ആണല്ലോ. ദേ സാർ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാണ് ബ്രെയിൻ വേവ്സ്. സാർ ബ്രെയിൻ വേവ്സ് സെർച്ച് ചെയ്തു, സ്ക്രീൻ വന്നോ? വന്നില്ലേ? കണ്ടോ ഇതിനകത്ത്? കണ്ടോ ഓരോ ബ്രെയിൻ വേവും കൊടുത്തിട്ടുണ്ടോ? അതിൽ ഗാമ വേവ് കണ്ടോ? ഗാമ വേവ് associate with high level information processing and peak focus and cognitive functioning. കണ്ടോ? അപ്പൊ നിങ്ങളുടെ ബ്രെയിനെ ഇതിലെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, പീക്ക് പ്രൊഡക്ടിവിറ്റിയിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ബ്രെയിൻ ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. നിങ്ങൾ ഈ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ ഇതൊരു ഗാമ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ടെക്നിക്കാണ്. അവിടെ നമുക്ക് ഹാർട്ടിന്റെ സപ്പോർട്ട് കൂടി എടുക്കാം, ഹൃദയത്തിന്റെ സപ്പോർട്ട് കൂടി എടുക്കാം. കാരണം ബ്രെയിൻ വേവ്സിനേക്കാൾ പവർഫുൾ ആണ് ബ്രെയിൻ വേവ്സ് വേഴ്സസ് ഹേർട്ട് വേവ്സ്. കണ്ടോ? കണ്ടു. ഹേർട്ടിനും ഈ തലച്ചോറിനെ സ്വാധീനിക്കാൻ പറ്റും. ബ്രെയിൻ വേവിന്റെ 5000 മടങ്ങ് ശക്തിയുണ്ട് ഹേർട്ട് വേവിന്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെയും തലച്ചോറിനെയും ഒരേ അലൈൻമെന്റിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നോളം എഴുതിയതിൽ ഏറ്റവും ഹൈ അവയർനെസ് സ്റ്റേറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്ക് SLC പരീക്ഷ എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യം പോലും നിങ്ങൾക്ക് ആ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഓർത്തു വെക്കാൻ പറ്റും. അത്രയും പോരെ മക്കളെ പരീക്ഷ എഴുതാനായിട്ട്, അല്ലേ? ശരി. ദ ഫൈനൽ ടെക്നിക് വളരെ സിമ്പിൾ ആണ്. കൈകൾ നല്ലവണ്ണം കൂട്ടി വരയ്ക്കുക. ശരിക്കും കൂട്ടി വരച്ചിട്ട് വലത് കൈയെടുത്ത് ഹൃദയത്തിന് മുകളിൽ വെക്കുക, ഇടത് കൈയെടുത്ത് ബ്രെയിനിന് മുകളിൽ വെക്കുക. ഇങ്ങനെ ഇരുന്ന് ഒരു 6 ബ്രീത്ത് എടുക്കുക. ഇനി പരീക്ഷ എഴുതാനിരുന്നോ? സംഭവം കളറാവും. പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു ടിപ്പ് കൂടി, അപ്പൊ 10 ടിപ്പ് തികയും. പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ടിപ്പ്, നിങ്ങളുടെ ഒന്നാമത്തെ ആൻസർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഉത്തരമായിരിക്കണം ഒന്നാമത് നിങ്ങൾ എഴുതേണ്ട ആൻസർ. അതിന്റെ പുറകിലും ഒരു സയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ഉത്തരം നിങ്ങൾ ശരിയാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുമോ, സന്തോഷം തോന്നുമോ?
ഒന്നും കൂടെ പറയാൻ മനസ്സിലായില്ല. നമുക്ക് ഏറ്റവും അറിയാവുന്ന ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു ഉത്തരം നമ്മൾ പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് സങ്കടം തോന്നുവോ സന്തോഷം തോന്നുവോ? സന്തോഷം തോന്നുന്നു. അടിപൊളി. സന്തോഷം തോന്നുമ്പോൾ ഒരു ഡോസ് ഒരു ഒരു ഷോട്ട് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡോപ്പമൈൻ ഹോർമോൺ ആണ് സന്തോഷത്തിന്റെ ഹോർമോൺ. നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വരുമ്പോൾ ഹോർമോൺ ആണ് അഡ്രിനാലിൻ, അത് കഴിഞ്ഞിട്ട് കോർട്ടിസോൾ. അപ്പോ അല്പം അഡ്രിനാലിൻ വരുന്നത് നല്ലതാണ്, എന്നാൽ അത് കോർട്ടിസോളിൽ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഡേഞ്ചർ ഉണ്ടാവുന്നത്. എത്ര ഇരുട്ടാണെങ്കിലും ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം ഉണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് വെട്ടം ഉണ്ടാവില്ലേ? അപ്പൊ എത്ര വലിയ പേടിയാണെങ്കിലും ഒരു ഡോപ്പമൈന്റെ ഷോട്ട് അങ്ങ് ചെല്ലുമ്പോൾ അത്രയും ഭാഗത്തെ പേടി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം എഴുതുന്ന ഉത്തരങ്ങളെല്ലാം 1, 2, 3 നമ്പർ ഇട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രം എഴുതുക. 4, 5 ഉത്തരങ്ങൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ 4, 5 ഷോട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഡോപ്പമൈൻ എന്ന് പറഞ്ഞു വന്നു. അവിടെ പിന്നെ പേടിയുടെ കോർട്ടിസോൾ ഹോർമോണിന് ഇരിക്കാൻ പറ്റൂല, അവൻ ഓടിപ്പോവും. അപ്പൊ രസം എന്താണ്? നിങ്ങളുടെ ബ്രെയിൻ ക്ലിയർ ആയി, നിങ്ങളുടെ മെമ്മറി സെൽസ് ക്ലിയർ ആയി, ഹിപ്പോ കാമ്പസ് ക്ലിയർ ആണ്, നല്ല നെറ്റ്വർക്ക് വന്നു, പഠിച്ചതെല്ലാം ശറവറേന്ന് പേനയിലേക്ക് വരും. അങ്ങ് എഴുതി കൊടുക്കുക, നല്ല മാർക്ക് വാങ്ങുക, ബാക്കിയൊക്കെ വിട്ടുകളയുക. ഒരു കാര്യം കൂടി സാർ, രണ്ട് കാര്യം കൂടി സാറ് പറയാം കേട്ടോ. 2 കാര്യം കൂടി സാറ് പറയാം. പരീക്ഷാ ഹാളില് നിങ്ങൾ ഉത്തരമൊക്കെ എഴുതി കഴിയുമ്പോൾ ഈ ഏറ്റവും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്പം കുറച്ചറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതുക, പിന്നെ ഒരു ചെറുതായിട്ട് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതുക. ഇനി അതിനകത്ത് ഒന്നും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവാം. ഒന്നും അറിയില്ലാത്ത ക്വസ്റ്റ്യന് നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ അതിന്റെ നമ്പർ എന്ത് ചെയ്യണം? അതിന്റെ നമ്പർ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതിയേക്കണം. എന്നിട്ട് ഉത്തരവൊന്നും എഴുതണ്ട, വെറും നമ്പർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യാതെ തോന്നുന്നത്? നിങ്ങളെല്ലാം പഠിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ട് ഒന്നും അറിയാൻ വയ്യാതെ തോന്നുന്നത്? ചിലപ്പോൾ അത് പരീക്ഷാ ബോർഡിന് മിസ്റ്റേക്ക് പറ്റിയിട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. അവരത് ഇട്ടു, പരീക്ഷ കഴിയുമ്പോഴായിരിക്കും നോക്കുമ്പോൾ തിരിച്ചറിയുന്നത്, അയ്യോ ഇത് സിലബസിലുള്ളതല്ലല്ലോ, ഈ ക്വസ്റ്റ്യൻ കുട്ടികൾ കൊടുത്ത കുട്ടികൾ എങ്ങനെ എഴുതും? അപ്പൊ അവർ ഓർഡർ ഇടും, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് കൊടുത്തേക്ക്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും പേടി വന്നാലോ? ശരി, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു ടെക്നിക്ക് കൂടി തരാം കേട്ടോ. പഠിക്കുമ്പോൾ പേടി വന്നാലും ഒരു ടെക്നിക്ക് കൂടി തരാം. ഇത് ശ്രദ്ധിച്ചോ കേട്ടോ, ഇത് ശ്രദ്ധിച്ചേ. ഞാൻ എന്താ പറഞ്ഞു നിർത്തിയേ? ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും നമ്പറുകൾ എവിടെ ഉണ്ടാവണം? നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഉണ്ടാവണം കേട്ടോ. ഇനി രണ്ടാമത്തെ, ഇനി പരീക്ഷ എങ്ങനെ എഴുതണം എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നില്ല. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, SSLC-കാരും +2-കാരും പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടണം. എല്ലാ പരീക്ഷയും കഴിയാതെ പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിവർത്തി നോക്കരുത്. എല്ലാ മക്കളും ചെയ്യുന്നൊരു പോയിന്റ് എന്നാന്ന് പറയട്ടെ. പരീക്ഷ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി, അപ്പൊ 2 കൂട്ടുകാരുകൾ വന്നു, എടി നീ മറ്റേ 8ാമത്തേന് എന്താണ് എഴുതിയത്? അയ്യോ 8ാമത്തെ ഞാൻ അതായിരുന്നല്ലോ എഴുതി. അയ്യോ അതല്ലടി ഉത്തരം, മറ്റേതായിരുന്നു ഉത്തരം, അതേ നോക്കിയേ എന്നും പറഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ അന്നത്തെ ടെൻഷൻ മുഴുവൻ എന്തായി? അയ്യോ 8ാമത്തെ തെറ്റിപ്പോയി. ഇത് നാളത്തെ പരീക്ഷയെ ബാധിക്കോ ഇല്ലയോ? ഈ തെറ്റിപ്പോയ 8ാമത്തെ ഉത്തരം നിങ്ങൾക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തിനാ ചത്ത കൊച്ചിന്റെ ജാതകം വായിക്കാൻ പോണേ? അതുകൊണ്ട് ഇനി എന്താ ഞാൻ മടക്കാൻ പറഞ്ഞതെന്ന് അറിയാവോ? ഇത് ഓർത്തു വെക്കാൻ വേണ്ടി, വെറുതെ ഇരുന്നാൽ തുറന്നു നോക്കാൻ തോന്നും. അപ്പൊ ഇതിങ്ങനെ മടങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയെ കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യാം? ഇസ്തിരി ഇട്ട് നേരെ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഓക്കെ.
ശരി. ഇനി ഇനി ശരിക്കും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സാർ ഇനി പഠിപ്പിക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് സമയമുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഈ സമയം ആ പഠിക്കണം. ഗൂഗിളിൽ കയറിയിട്ട് ഫോക്കസ് വീൽ എന്ന് സെർച്ച് ചെയ്യണം. ഫോക്കസ് വീൽ എന്താണ്? ഫോക്കസ് വീൽ. ഫോക്കസ് വീൽ സാർ കാണിച്ചു തരാം. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്തോ? ചോദിച്ചോളൂ. സാറ് നമ്മളാണെങ്കിൽ നമ്മള് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഒരു ഹോർമോൺ ബാധിക്കുന്നു അറിയില്ലേ, അതിന്റെ പേരെന്താ? ടെൻഷൻ ഹോർമോൺ കുറെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ പട്ടി ഓടിക്കാൻ വരുമ്പോ നമ്മൾ വേഗത്തിലോടുവോ പതുക്കെ ഓടുവോ? വേഗത്തിലോടും. എന്താ സംഭവം എന്നറിയാവോ? അപ്പോൾ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് അഡ്രിനാലിൻ. നമുക്ക് പേടി വരുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? അഡ്രിനാലിൻ. ഇനി ഈ ഹോർമോണിന്റെ സ്വഭാവം പറഞ്ഞുതരാം. ഈ ഹോർമോൺ നമ്മുടെ രക്തക്കുഴലുകളെ ചുരുക്കും, എന്നിട്ട് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വേഗത്തിൽ കുതിക്കാൻ തോന്നും. അതേപോലെ തന്നെയാണ് ഈ അഡ്രിനാലിൻ അല്പം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നല്ല അലർട്ടായിരിക്കും. അതുകൊണ്ട് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ അല്പം പേടിക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? ഇനി മോളുടെ സംശയം, ഈ പേടി വളർന്നു. ഈ പേടി വളർന്നാൽ അവിടെ നെഗറ്റീവ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ നെഗറ്റീവ് ഹോർമോണിന്റെ പേരാണ് കോർട്ടിസോൾ. എന്താണ്? കോർട്ടിസോൾ അപകടകാരിയാണ്. അവര് നിങ്ങളെ തളർത്തും. മനസ്സിലായോ? അപ്പൊ നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റണം. ഈ സന്തോഷത്തിന്റെ ഹോർമോൺ പ്രധാനമായിട്ടും 4 എഴുതിക്കോ. ഡോസ് എന്ന് പറയും. ഡോപ്പോമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, സെറാട്ടോണിൻ. ഡോസ്. അപ്പൊ ഒരു ഡോസ് സന്തോഷത്തിന്റെ എന്തോ ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമൈൻ. ഡോസ് ഡോപ്പമൈൻ, ഓ ഫോർ ഓക്സിറ്റോസിൻ. സാർ, എന്തോ? ഈ എൻഡോഫില് ഈ സൈലന്റ് അല്ലേ? ഏതാ മോനെ? എൻഡോഫിൻ ഈ സൈലന്റ് അല്ലേ? ആണോ? പക്ഷെ ഇങ്ങോട്ട് തുടങ്ങുന്നത്. ഇതൊട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോ നോക്ക്, ഇനി മക്കളോട്, നിങ്ങൾ വീട്ടിൽ അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, ഇടിവെക്കുമ്പോഴൊക്കെ നെഗറ്റീവ് ഹോർമോണാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മ പഠിക്കാൻ പറയുമ്പോഴൊക്കെ ഇനി എന്ത് ചെയ്യരുത്? തിരിച്ച് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ദോഷകരമായിട്ട് ബാധിക്കും. പകരം എന്ത് ചെയ്യുക? സന്തോഷത്തിന്റെ ഹോർമോൺ. അമ്മയെ ഉമ്മ വെച്ചിട്ട് പോയാൽ ലവ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അമ്മയെ ഉമ്മ വെച്ചിട്ട് പോയാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചിട്ട് പോവാം. അതിൻ്റെ ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാവും. അത് എവിടെ റിഫ്ലക്ട് ചെയ്യും? പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ദുഃഖത്തിന്റെ ഹോർമോൺ വരുമ്പോൾ ലവ് ഹോർമോൺ അതിനെ റെസിസ്റ്റ് ചെയ്യും. ബെസ്റ്റ് ടെക്നിക്കാണ്. കണ്ടോ? അപ്പൊ ഇനി ഫോക്കസ് വീൽ പറഞ്ഞുതരാം കേട്ടോ. ആരോ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾക്ക് പേടി വരുന്നു. നോക്കൂ സാർ, ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? പേടി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ കാര്യമാണ്. എങ്കിലും നമുക്ക് നമ്മുടെ ബോധ മനസ്സിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം, അല്ലേ? ഇപ്പോഴും ഞാൻ നിങ്ങളുടെ സയൻസ് പറഞ്ഞിട്ടും നിങ്ങളുടെ ബോധ മനസ്സത് വിശ്വസിച്ചിട്ടില്ല, അല്ലേ? ആ ബോധ മനസ്സിനെ വിശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിയാലിറ്റി അനലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഫോക്കസ് വീല് സാറ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു ഫയല് മക്കള്
റൗണ്ട് ആയിട്ട്. ഇതാണ് ഫോക്കസ് വീല്. ഈ കാണുന്ന ചിത്രം ഇതാണ് ഫോക്കസ് വീല്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഫോക്കസ് വീല്. കണ്ടോ? എന്നിട്ട് ഈ ഫോക്കസ് വീലിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും മക്കൾക്ക് എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങളുടെ പേടി? പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ മറന്നു പോകുന്നതാണോ? അതോ പഠിച്ചൊന്നും ഓർക്കുന്നില്ലെന്നാണോ? അതോ ഒന്നും പഠിച്ചിട്ടില്ലെന്നാണോ? ശരിക്കും ഒരു കാരണം ഉണ്ടാവില്ലേ? ആ പഠിച്ചു പേടിയെ പോകുന്നത് മറന്നു പോകുന്നു. അപ്പൊ എനിക്ക് പഠിച്ചിട്ട് മറന്നു പോകുന്ന പേടിയുണ്ട്. ഇതാണ് ഇവിടെ എഴുതേണ്ടത്. സാർ ഈ നീല വരച്ചിരിക്കുന്ന ഇതിന്റെ പുറത്ത് ഇത് എഴുതണം. കേട്ടോ? ഓക്കെ. ഇനി ഇതിന്റെ മറുവശം എന്താണ്? എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാം കൃത്യമായി ഓർമ്മ വരും. അത് ഈ വീലിന്റെ നടുക്ക് എഴുതണം. ഓക്കെ. ഇപ്പോഴും നമ്മുടെ മനസ്സ് വിശ്വസിക്കില്ല. കാരണം എന്താ? ഇത് നമ്മുടെ പേടിയുള്ളതല്ലേ, ഇത് നമ്മുടെ ആഗ്രഹമല്ലേ. അപ്പൊ എന്തിനാണെന്നറിയോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വരും? അതിന് 12 കാരണങ്ങൾ ഈ 12 കോളങ്ങളിലായിട്ട് എഴുതണം. 12 കാരണങ്ങൾ ഈ 12 കോളങ്ങളിലായിട്ട് എഴുതണം. അത് മക്കൾ ഒരു പേപ്പറും പേന എടുത്തേ, സാറ് പറഞ്ഞു തരാം, അതങ്ങ് എഴുതിക്കോ. എന്നിട്ട് ഇത് ഈ ഫോക്കസ് വീലില് ഇന്ന് തന്നെ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നവും അതിന്റെ പരിഹാരവും എഴുതിയിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം. ഒരു 4 സ്ഥലത്തെങ്കിലും. 1 നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിളിന്റെ അപ്പുറത്ത്, 2 നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടെങ്കിൽ അവിടെ, 3 നിങ്ങളുടെ ബുക്കിന്റെ ഒക്കെ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ സേവർ, 4 എവിടെയെന്നറിയാവോ? നിങ്ങളുടെ ടോയ്ലറ്റിൽ നിങ്ങൾ പോയിട്ട്, മിക്കവാറും എല്ലാം യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കുമല്ലോ, നിങ്ങൾ ഇരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭിത്തിയില്ലേ, അവിടെ ഒട്ടിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾക്ക് പേടി എന്ന് പറയുന്ന സാധനം വരുമ്പോഴും നിങ്ങൾക്ക് ഈ ടെക്നിക്കിൽ കാണുന്ന ശരിക്കുമുള്ള നിങ്ങളുടെ റിയാലിറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ PFCയിൽ തുളച്ചു കയറും, നിങ്ങളുടെ മനസ്സിൽ തുളച്ചു കയറും. നിങ്ങളുടെ പേടിക്ക് പിന്നെ സ്ഥാനമില്ല വരും. ഇനി ഈ ടോയ്ലറ്റിൽ വേറൊരു കാര്യം കൂടി ഒട്ടിച്ചു വെക്കാം കേട്ടോ. എന്നാന്നറിയോ? അത് സാറ് പണ്ട് വിജയകരമായി നടപ്പാക്കിയ ഒരു ടെക്നിക്കാണ്. എനിക്ക് പാടുള്ള എല്ലാ ഫോർമുലകളും ഞാൻ ഇവിടെ ഒട്ടിച്ചു വെക്കും. ടോയ്ലറ്റിന്റെ ഭിത്തി ഒട്ടിച്ചു വെക്കും. ഇപ്പൊ ടോയ്ലറ്റ് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അല്ലേ? ഈ സാധനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പോലും അറിയാതെ ഈ ഫോർമുലകൾ എൻ്റെ മനസ്സിൽ കയറും. അത് ഞാൻ പ്രത്യേകമായിട്ട് ഒട്ടിച്ചു വെച്ചാൽ എന്താണെന്നറിയോ? ഈ ഒരേപോലെ ഇരിക്കുന്ന ഫോർമുലകളുണ്ട്. ഉദാഹരണത്തിന് a+b² a² + 2ab + b², അല്ലേ? ഇനി a−b² കണ്ടോ, രണ്ടും ഒരേപോലെ ഇരിക്കുക, ഒരു മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഞാൻ ഇതിവിടെ ഒട്ടിക്കുകയും 2-3 ദിവസം സ്ഥിരമായി ഇത് കാണുകയും ഇതെന്റെ മനസ്സിലിട്ട് ഇങ്ങനെ അപഗ്രഥിക്കുകയും ചെയ്തപ്പോ ഞാൻ കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ക്ലിയർ ആയി. കണ്ടോ, സാർ എത്രയോ ടെക്നിക്ക് പറഞ്ഞു തന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സാറിന്റെ കയ്യിലൊന്ന് അടിച്ചേ. ക്യാമറ ഓൺ ചെയ്തിട്ട് സാറിന്റെ കയ്യിലൊരു അടി തന്നേ. താങ്ക് യു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാണ്. യാ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ. സാറ് 10 എണ്ണം പറഞ്ഞു തന്നെ അല്ലേ? 10 ഇത് പറഞ്ഞു തന്നെ അല്ലേ? ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. പേപ്പറും പേന എടുക്കുക. ആ ഫോക്കസ് വീലിൽ ചുറ്റും ഒട്ടിക്കേണ്ട 10 കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. പേപ്പറും പേന എടുത്തോ. ഒന്ന്. പരീക്ഷ എന്നത് എൻ്റെ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പൊ ഒന്നാമത്തെ കോളത്തിൽ എഴുതണം, ഈ പരീക്ഷ നിങ്ങളെ കൊല്ലാനോ തല്ലാനോ വന്നതല്ല, നിങ്ങളുടെ അറിവ് പ്രകടിപ്പിക്കാനുള്ള വെറും ഒരു അവസരമാണ്. ഈ റിയാലിറ്റി മക്കൾ അവിടെ എഴുതി വെക്കുക. ഒരു കോളത്തിൽ എഴുതി വെക്കുക. 12 കോളം ഉണ്ടല്ലോ, ഒരു കോളത്തിൽ എഴുത്, പരീക്ഷ എന്ന് പറയുന്നത് എൻ്റെ അറിവ് തെളിയിക്കാനുള്ള, അല്ലെ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം മാത്രമാണ്.
ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയംകാർ മലയാളം അറിയാൻ പറ്റാരെങ്കിലുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം മലയാളം ഇംഗ്ലീഷ് മീഡിയം. മലയാളം പറയാം. ശരി ശരി. അല്ല, ഇനി ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂവെങ്കിൽ ആൻ എക്സാം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് മൈ നോളജ്. ആൻ എക്സാം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് മൈ നോളജ്. ഇനി അടുത്ത രണ്ടാമത്തെ ആ വട്ടത്തിന് പുറത്തുള്ള കോളത്തിൽ എഴുതുക, ഞാൻ പരീക്ഷകളെ മുമ്പും വിജയകരമായി നേരിട്ടിട്ടുണ്ട്. അത് സത്യമാണല്ലോ. അപ്പൊ നമ്മൾ കള്ളങ്ങൾ വെച്ചല്ല ഇതിനെ ഈ ഫോക്കസ് ഫിൽ എഴുതുന്നത്. ഞാൻ മുമ്പും പരീക്ഷകളെ വിജയകരമായി നേരിട്ടിട്ടുണ്ട്. I have successfully passed many exams before. I have successfully passed many exams before. ഇനി വളരെ സത്യമുള്ളൊരു കാര്യം, എന്റെ ബ്രെയിനിന് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള കഴിവുണ്ട്. My brain has the ability to remember things quickly. My brain has the ability to remember things quickly. ഇനി അടുത്ത കോളം, 4ാമത്തെ കോളം. പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നു. പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നു. 3ാമത്തെ സെന്റൻസ് ഒന്നുകൂടി പറയാമോ? എന്റെ ബ്രെയിനിന് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള കഴിവുണ്ട്. മൈ ബ്രെയിൻ ഹാസ് ദ എബിലിറ്റി ടു റിമെമ്പർ തിങ്സ് ക്വിക്ക്ലി. അതല്ലേ 3ാമത് പറഞ്ഞേ? ആണ്. അപ്പൊ 4ാമത്തതോ? 4ാമത്തത് പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നു. പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നു. I remember the things I have studied clearly in the exam hall. I remember the things I have studied clearly in the exam hall. ഇപ്പൊ എത്രണ്ണായി? 4 ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലം എനിക്ക് ലഭിക്കും. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലം എനിക്ക് ലഭിക്കും. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലം എനിക്ക് ലഭിക്കും. I am working hard and I will get the results. I am working hard and I will get the results. സാർ ഈ 4ാമത്തേന്റെ മലയാളം ഒന്ന് പറയൂ. പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നു. 5ാമത്തത് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലം എനിക്ക് ലഭിക്കും. അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണ്. പരീക്ഷാ പേപ്പർ കാണുമ്പോൾ ഞാൻ കൂടുതൽ ശാന്തനാകുന്നു. ബ്യൂട്ടിഫുൾ. പരീക്ഷാ പേപ്പർ കാണുമ്പോൾ ഞാൻ കൂടുതൽ ശാന്തനാകുന്നു. I feel more relaxed. I feel more relaxed when I see the exam paper. Yeah. I feel more relaxed when I see the exam paper. അടുത്തത്, ഓരോ ചോദ്യവും എനിക്ക് പരിചിതമായി തോന്നുന്നു. ഓരോ ചോദ്യവും എനിക്ക് പരിചിതമായി തോന്നുന്നു. Every question seems familiar to me. Every question seems familiar to me.
സാർ എന്തോ ഇതിന്റെ മലയാളം ഒന്ന് പറയാമോ സാർ? ഈ ഓരോ ചോദ്യവും എനിക്ക് പരിചയമുള്ളതായി തോന്നുന്നു, അല്ലെ പരിചിതമായി തോന്നുന്നു. ഇനിയോ ഒരു സത്യം പറയാം, അടുത്തത് സത്യമാണേ. എൻ്റെ അധ്യാപകരും മാതാപിതാക്കളും എന്നെ പിന്തുണയ്ക്കുന്നു. എൻ്റെ അധ്യാപകരും മാതാപിതാക്കളും എന്നെ പിന്തുണയ്ക്കുന്നു. എൻ്റെ അധ്യാപകരും മാതാപിതാക്കളും എന്നെ പിന്തുണയ്ക്കുന്നു, അല്ലേ? മൈ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് സപ്പോർട്ട് മീ. മൈ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് സപ്പോർട്ട് മീ. അബ്സൊല്യൂട്ട്ലി റൈറ്റ് അല്ലേ? നമ്മൾ എന്തെങ്കിലും കള്ളത്തിൽ എഴുതിയോ? എല്ലാം സത്യമല്ലേ? അപ്പൊ ആ പേടിക്ക് നിലനിൽപ്പില്ല അവിടെ. കണ്ടോ, ഒരു പേടിയാണ് നമുക്ക് നമ്മുടെ എതിരെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ഇനിയോ അടുത്തത്, പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നത് ഞാൻ കാണുന്നു. പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നത് ഞാൻ കാണുന്നു. പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നത് ഞാൻ കാണുന്നു. I see myself coming out of the exam happy. ഇനി സാർ ഒരു വലിയ സത്യം പറയാൻ പോവാണേ, പറഞ്ഞോട്ടെ? പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ എല്ലാ യോഗ്യതയും എനിക്കുണ്ട്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ എല്ലാ യോഗ്യതയും എനിക്കുണ്ട്. I have all the qualifications to score high marks in the exam. പത്തെണ്ണമായി, ഇനി 12 കൂടി. The reality. പേടി എന്നത് വെറും ഒരു ചിന്ത മാത്രമാണ്. എനിക്ക് അതിനെ നിയന്ത്രിക്കാം. പേടി എന്നത് വെറും ഒരു ചിന്ത മാത്രമാണ്. എനിക്ക് അതിനെ നിയന്ത്രിക്കാം. ഒന്നും കൂടി പറയുമോ സാർ? പേടി എന്നത് വെറും ഒരു ചിന്ത മാത്രമാണ്. എനിക്ക് അതിനെ നിയന്ത്രിക്കാം. Fear is just a thought. I can control it. Fear is just a thought. I can control it. And the last one, the 12th one, the real truth. ഞാൻ ഒരു ജേതാവാണ്. I am a winner. ഞാൻ ഒരു ജേതാവാണ്. I am a winner. മക്കൾ ഇന്ന് തന്നെ എന്ത് ചെയ്യാം? ഒന്നിലെ ഒരു ഫോക്കസ് വീൽ വരയ്ക്കുക. മക്കള് ഈ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കൂ. സാറിന്റെ സാറിന്റെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ, സാർ ഒരു നമ്പർ പറയാം, ആ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കൂ. ഈ ഫോക്കസ് വീലും ഈ മലയാളം സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വാട്സപ്പ് ഇട്ട് തരാം. ഇപ്പൊ തന്നെ ഇട്ടുതരാം കേട്ടോ. നമ്പർ നോട്ട് ചെയ്യൂ. 773636 236 773636 8686. ചാറ്റ് ബോക്സിലുണ്ട്. താങ്ക് യു അച്ചു. 773636 8686. കണ്ടോ? ഈ നമ്പറിലേക്ക് മക്കൾ അയച്ചോളൂ. ഇനി മക്കൾക്ക് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല എങ്കിൽ എക്സാമിനൊക്കെ പോയിട്ട് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ ഈ നമ്പറിലേക്ക് വിളിച്ച് പറയാ,
ഇവർ സാറിൻ്റെ പേഴ്സണൽ നമ്പർ തരും. എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് സാർ എന്ത് ചെയ്തോളാം, മക്കളെ കൂളാക്കിക്കോളാം. നേരത്തെ ഇൻട്രോ ചെയ്യാൻ വന്ന ആര്യ ഇല്ലേ? ആര്യ എന്തേ? ആര്യ ആര്യ ഇവിടെ ഉണ്ടോ? ആര്യ ചേച്ചി അല്ലേ നിങ്ങളൊന്ന് സ്വാഗതം ചെയ്തു? ആര്യ ചേച്ചി അല്ലേ? ആര്യ ചേച്ചി കഴിഞ്ഞ വർഷം അമൃത TV-യിൽ ശ്രേഷ്ഠ ഭാരതം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ശ്രേഷ്ഠ ഭാരതം. അതിൽ പങ്കെടുക്കാൻ നേരത്ത് അവിടെ പോയി നിന്നപ്പോൾ ആര്യ ചേച്ചിക്ക് ഇതേപോലെ വിറയൽ വന്നു. ഒരു പേടി, ഒരു ടെൻഷൻ, എന്തോ ടെൻഷൻ. സാറേ പറ്റുന്നില്ല, ധൈര്യമില്ല എന്ന് പറഞ്ഞു. ആര്യ ചേച്ചിക്ക് ആ 5 സെക്കൻഡ് കൊണ്ടൊരു ഗുളിക കൊടുത്തു. ഒരു നിസ്സാര വ്യത്യാസത്തിലാണ് ചാമ്പ്യൻഷിപ്പ് പോയത്. റണ്ണറപ്പാണ്, 2ാം സ്ഥാനം നേടി. അതിനകത്ത് കേരളത്തിലെ എല്ലാ സ്കൂൾ കുട്ടികളും മത്സരിച്ചിട്ട് വളരെ വളരെ ചെറിയൊരു വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനം പോയത്, 1ാം സ്ഥാനം പോയത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മക്കള് ധൈര്യമായിട്ടിരുന്നോ. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണി. എന്ത് വന്നാലും മക്കളുടെ കൂടെ സാറുണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരുന്നോളുക, ധൈര്യമായിട്ട് പോയി പിടച്ചോളുക. ഇത്രയൊന്നും വേണ്ട നിങ്ങൾക്ക് പരീക്ഷാ ഹോളിൽ പോയി തകർക്കാനായിട്ട്. അതുകൊണ്ട് ഇനി പരീക്ഷാ പേടി നേരെ എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ എനിക്ക് പേടിയുണ്ടെന്നുള്ളൊക്കെ ചിന്ത ഒരു പേപ്പറിലേക്ക് വരച്ചിട്ട് അത് പേപ്പർ കൊണ്ട് വെട്ടി ഒരു പേന കൊണ്ട് വെട്ടി കളഞ്ഞിട്ട് അടുപ്പിൽ കൊണ്ടിട്ട് കത്തിക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പുത്തനൊരു എന്താ പറയാ, ഈ ചില പേടികൾ നല്ലതാണ്, ചില വേദനകൾ നല്ലതാണ്. ഈ നിങ്ങൾ പരുന്തിനെ കണ്ടുണ്ടോ? പരുന്തല്ല, കഴുകന് 80 വയസ്സാണ് ആയുസ്. 80 വയസ്സ്, 70 വയസ്സാണെന്ന് തോന്നുന്നു. ഈ 35 വർഷം കഴിയുമ്പോൾ കഴുകൻ എന്ത് പറ്റുമെന്ന് അറിയാവോ? കഴുകന്റെ ഈ ചിറകിന് ഭാരം കൂടും. ചിറകിന് ഭാരം കൂടിയാൽ പിന്നെ പറക്കാൻ പറ്റൂല. ഈ കൊക്കില്ലേ, കൊക്ക് ഇങ്ങനെ വളഞ്ഞ് അകത്തേക്ക് പോകും, പിന്നെ കൊത്താൻ പറ്റൂല. ഈ നഖ ഇങ്ങനെ ചുരുണ്ട് അകത്തേക്ക് പോകും, പിന്നെ ഇര പിടിക്കാൻ പറ്റൂല. അപ്പൊ ഇര പിടിക്കാനും പറ്റൂല, പറക്കാനും പറ്റൂല, കൊത്താനും പറ്റൂല. പിന്നെ കഴുകൻ എന്ത് ചെയ്യേണ്ടി വരും? 2 ഓപ്ഷനാണ്. ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ അല്പം വേദന സഹിക്കാം. ഒരു തീരുമാനം എടുക്കാം. കഴുകൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നേരെ മലമുകളിലേക്ക് നടന്നു കയറും. ആരും എത്താത്ത മലമുകളിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു പാറക്കല്ലിട്ട് തൻ്റെ ഈ ചുണ്ടുണ്ടല്ലോ, ചുണ്ട് അടിച്ച് പൊട്ടിക്കും. എത്ര വേദനയാണെന്നറിയോ മക്കളെ? എത്ര വേദനയാണെന്നറിയോ? ആ ചുണ്ട് അങ്ങനെ തല്ലി പൊട്ടിച്ച് കളയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ചുണ്ട് മുളച്ചു വരും. ആ വേദന കഴിഞ്ഞിട്ട് നല്ല ചുണ്ട് മുളച്ചു വരും. ഈ ചുണ്ട് കൊണ്ട് ഈ കഴുകൻ എന്ത് ചെയ്യുന്നറിയാവോ? തൻ്റെ കയ്യിലെ നഖങ്ങളില്ലേ, ഈ നഖങ്ങൾ പിഴുതെടുക്കും. ഓരോന്നായിട്ട് പിഴുതെടുക്കും. നോക്കി, നമ്മുടെ നഖം ഒന്ന് വലിച്ച് എത്ര വേദനയാണ്, പക്ഷെ കഴുകൻ ആ വേദന സഹിച്ച നഖം പിഴുതെടുക്കും. കുറേ നാൾ കഴിയുമ്പോൾ പുതിയ നഖം വരും. അപ്പൊ ഈ സമയത്തൊന്നും ഒരു ഉപദ്രവം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് കഴുകൻ എന്ത് ചെയ്യുന്നത്? മലമുകളിൽ പോകുന്നത്. ആരും വരരുത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓരോ തൂവലും പറിച്ചെടുക്കും പുതിയ കൈ കൊണ്ട്. കുറെ കഴിയുമ്പോൾ പുതിയ ചിറകുകൾ വരും. എന്നിട്ട് പുത്തൻ ചിറകുകളും പുത്തൻ നഖങ്ങളും കൂർത്ത ചുണ്ടുകളുമായി ആ കഴുകൻ ആകാശത്തേക്ക് പറക്കും, ഇനിയും ഒരു 35 വർഷം ജീവിക്കാൻ. അതേപോലെ എൻ്റെ മക്കൾക്ക് നിർണായകമായ സമയം വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇപ്പൊ പെടുന്ന കഷ്ടപ്പാടും വേദനയും ഒക്കെ നിങ്ങൾക്ക് നാളെ പറക്കാനുള്ളതാണ്. ഇപ്പൊ അനുഭവിച്ച ഈ ചെറിയ വേദനയും ടെൻഷനും ഒക്കെ പറക്കാനുള്ളതാണ്. ആ നല്ല നാളേക്കായിട്ട് ധൈര്യപൂർവ്വം ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് കുതിക്കുക, മുന്നോട്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ. Thank you. Thank you, sir. Thank you, sir. എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ഇനി പേരൻസ് ആരെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ശരി, അച്ഛനെ വിളിക്കൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? വളരെ നന്ദി സാർ, വളരെ ഉപകാരമായിരുന്നു. ശരി, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. പേരൻസ് അഭിപ്രായം പറയാം കേട്ടോ. പറയാം. നമുക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഇന്നലെ വൈകിട്ടാണ് ഈ പ്രോഗ്രാം തീരുമാനിക്കുന്നത്. എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയില്ല. നിങ്ങൾ തന്നെ പറയും, ഇത് എത്തേണ്ടതായിരുന്നു അല്ലയോ? സാറേ ഇത് പറയട്ടെ? പറഞ്ഞോളൂ. സാറേ, ഇത് 10ാം ക്ലാസ്സിലേക്ക് മാത്രമല്ല, പരീക്ഷ പേടിയുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി.
അല്ല ഞാനിത് വളരെ നല്ല ക്ലാസ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഫർമേഷൻ വന്നു നാളെ മറ്റന്നാളെ പരീക്ഷയാണ്. കുറച്ച് പേര് വിളിച്ചു സാറേ, വിളിച്ചപ്പോൾ നാളെ പരീക്ഷ എന്നാ പറഞ്ഞു എന്നോട്. നാളെന്നോ അതാ ഞാൻ പിന്നെ ഒന്നിലധികം വിളി വന്നപ്പോൾ ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു പെട്ടെന്നൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യൂ, എന്നിട്ട് മക്കളെ വിളിച്ചിരുത്തു. കാരണം നമ്മൾ ചിലപ്പോൾ വളരെ പ്ലാൻ ചെയ്ത് കുറേ സമയം എടുത്താണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ഒരു കുട്ടി, ഒരുപാട് പേടിയുള്ള കുട്ടി പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യും. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൻ്റെ ധൈര്യം പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തത് കേട്ടോ. ഹലോ സാർ, പറയൂ. നമസ്കാരം. നമസ്തേ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണം. ഞാൻ ലിങ്ക് ജയമാമ അയച്ചെന്ന്, മോള് അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്, ജയമാമന്റെ. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് കയറിയത്. നമുക്ക് ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. രാവിലെ അബാക്കസിന്റെ ക്ലാസ്സിൽ പോയിട്ട് വന്ന് ലേറ്റായിട്ടാ വന്നത്. ഓക്കെ ഓക്കെ. ലേറ്റായിട്ടാ കയറിയത്. നമുക്ക് എല്ലാവർക്കുമായിട്ട് വളരെ പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രോഗ്രാം അയക്കുമ്പോൾ ഈ പേരൻസിന് അയച്ചു കൊടുക്കാം. കാരണം പല പേരൻസിനും അറിയില്ല, പല മക്കൾക്കും അറിയില്ല. അവർ ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ നമുക്ക് വെറുതെ പേടി കളയാനുള്ള സെഷൻ അല്ല ഇത്. നിങ്ങൾക്ക് മക്കൾക്കൊക്കെ പരീക്ഷാ ഹാളിൽ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വൈബ്രന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് ബോർഡ്മെൻസ് ഫൗണ്ടേഷൻ. ബോർഡ്മെൻസ് ഫൗണ്ടേഷൻ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഞങ്ങളെ കുട്ടികൾക്കായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നുണ്ട്. അത് അക്ഷയ തൃതീയക്ക് ഏപ്രിൽ 19 ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കണം. 5 തരത്തിൽ കുട്ടികളുടെ, ഒന്ന് കുട്ടികളുടെ ബ്രെയിനെ ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടി കപ്പാസിറ്റി കൊടുക്കുക. 2 കുട്ടികളുടെ ഓർമ്മശക്തി ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടിയാക്കുക. 3 കുട്ടികളുടെ മനസ്സിൻ്റെ ശക്തി ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടിയാക്കുക. 4 കുട്ടികൾക്ക് ഇന്ന് റീൽസൊക്കെ കണ്ടിട്ട് ഫോക്കസ് പവർ കുറവാണ്, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, സ്ക്രോളിംഗ് കൂടുതലാണ്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ പവർ 10 ഇരട്ടിയാക്കുക. 5-മത്തതായിട്ട് പഠനം പാൽപ്പായസമാക്കുക. ഞാൻ കുറെ ടെക്നിക്ക് പറഞ്ഞില്ലേ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഉത്തരങ്ങളെ പോലും 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുക, വലിയ വലിയ എസ്സേകൾ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുക, ഇന്ന് പഠിച്ച കാര്യം 1 വർഷം വരെ ഓർത്തു വെക്കാൻ പറ്റുക, പരീക്ഷയുടെ തലേദിവസമുള്ള ടെൻഷനും റിവിഷനും ഒക്കെ വെറും 10 മിനിറ്റ് ആക്കുക. ഇതൊക്കെയാണ് അതിനകത്തുള്ള. അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ആപ്പില്ല. അതുകൂടാതെ കുട്ടികൾക്ക് പേരൻസിനും ഉണ്ട്. ഗർഭധാരണം മുതൽ +2 വരെയുള്ള കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ വളർത്തണം, അതേപോലെ ദിശ എന്ന് പറഞ്ഞിട്ടൊരു കരിയർ എങ്ങനെ സെലക്ട് ചെയ്യണം, ടീനേജ് മാസ്റ്ററി. നമ്മുടെ കുട്ടികൾക്ക് ടീൻ സെക്സ് എഡ്യൂക്കേഷൻ ഒരു അക്കാദമിക്സിലും ഇല്ല. പിന്നെ ഐ ലവ് പേരൻസ്, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ആരാണ് ഗുരുനാഥൻ, സൈബർ വാരിയേഴ്സ്. ഈ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ എന്തൊക്കെ അപകടങ്ങൾ കിടപ്പുണ്ട്, എന്തൊക്കെ ടൂളുകൾ വെച്ചിട്ട് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും, കുട്ടികൾക്കുള്ള സെഷൻസ്. പിന്നെ 12 ലൈഫ് സ്കിൽസ്. കുട്ടികൾ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ മാർക്ക് മാത്രം പോരാ, കുറേ പാഠങ്ങൾ വേറെയുണ്ട്, ആ സ്കില്ലുകൾ ഉണ്ടാക്കും. അങ്ങനെ വളരെ എലാബറേറ്റ് ആയ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. 3 വർഷത്തെ അധ്വാനമാണ്. അക്ഷയ തൃതീയക്ക് പുറത്തിറക്കാമെന്ന് വിചാരിക്കണം. അതിനെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും അത്. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ 10,000-കണക്കിന് കുട്ടികളുമായിട്ടും രക്ഷകർത്താക്കളായിട്ടും ഇടപെടുന്നതിനകത്ത് ഇവരൊക്കെ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള എന്ത് പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ആ മൊബൈൽ ആപ്ലിക്കേഷൻ. കാരണം നമ്മുടെ മക്കൾ ചീത്തയായി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്കറ്റുണ്ട്. ഒരു കുട്ടി നല്ലതായാലൊരു മാർക്കറ്റുണ്ട്. ഒരു കുട്ടി ചീത്തയാവുന്നതാണ് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക്, മീൻസ് അപ്പർ ക്രസ്റ്റിന് നല്ലത് നമ്മുടെ കുട്ടി ചീത്തയാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾ IPL നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു IPL ജയിച്ചു കഴിഞ്ഞാൽ 20 കോടി രൂപയാണ് ആകെ സമ്മാനം. വെറും 20 കോടിയേ ഉള്ളൂ. എന്നിട്ടും ഒരു കളിക്കാരന് തന്നെ 28 കോടി കൊടുത്തു. ഒരു ടീം ഉണ്ടാക്കുന്ന 8,000 കോടി മുടക്കിയിട്ട്. ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പേരൻസ് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് അതിൻ്റെ പുറകുള്ള പരസ്യം നോക്കുക. ഒന്ന് My 11 സർക്കിൾ, Dream 11 സർക്കിൾ, ചൂതാട്ടമാണ്. മിനറൽ ബോട്ടിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കള്ളിൻ്റെ പരസ്യമാണ്. പാൻപരാഗിൻ്റെ പരസ്യമുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ അത്ര നല്ല മക്കളായിട്ട് അടുത്തിരിക്കുന്നു. ഈ കുട്ടിയെ ഒന്ന് വഴിതെറ്റിച്ച് കിട്ടിയാൽ എങ്കിലേ ആ ബിസിനസ് ജയിക്കൂ. കുട്ടികൾ നല്ലതായി പഠിച്ച് മാർക്ക് അവിടെ കാര്യം വന്ന് നോക്കി നടന്നു കഴിഞ്ഞാൽ, നല്ലതായി കഴിഞ്ഞാൽ ആ മാർക്കറ്റ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ എൻ്റയർ സിസ്റ്റം കുട്ടികളെ വഴിതെറ്റിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്
നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവർ റിയൽ ഹീറോസ് ആയതുകൊണ്ടാണ്. കാരണം അത്ര കണ്ട് പ്രഷർ കുട്ടികളുടെ മേത്തുണ്ട്. അപ്പോൾ അവിടെ ഈ കുട്ടികളുടെ കൂടെ നമ്മൾ നിൽക്കണ്ടേ? അതിനുള്ള ഒരു മെന്ററിങ് ആപ്പാണ്, AI ബേസ്ഡ് ആണ്. നമ്മുടെ മക്കളുടെ മനസ്സിനെ എൻ്റെ മനസ്സുമായിട്ട്, അല്ല എന്നെ പോലെ ജീനിയസുകളുടെ മനസ്സുമായിട്ട്, ഞാനൊരു ജീനിയസ് ആണെന്ന് പറയാനില്ല, കാരണം എൻ്റെ ആപ്പിനകത്ത് ഒരുപാട് ജീനിയസുകളുണ്ട്. അതിലൊരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹം 365 പേറ്റന്റുകൾ സ്വന്തമായ ഒരു സയന്റിസ്റ്റാണ്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സുമായിട്ട് നമ്മുടെ മക്കളുടെ മനസ്സിനെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ കുട്ടികളെ നമുക്ക് നല്ല മക്കളാക്കി വളർത്താം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ മക്കളൊക്കെ ഹീറോസ് ആണ്, റിയൽ വണ്ടേഴ്സ് ആണ്. ഈ പരീക്ഷയ്ക്കും പോയിട്ട് അവർ നല്ലോണം പെർഫോം ചെയ്യും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബോൾഡ് മൈൻഡ്സ് ഫൗണ്ടേഷൻ ഏത് ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. താങ്ക് യു. ശരി, അപ്പോൾ ടാറ്റ, ബൈ.